സിറ്റിംഗ് എം പി ആണ്. ആരിഫ് കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലമാണെങ്കിലും മത്സരിക്കാനെത്തുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി KC വേണുഗോപാലാണ്. അപ്പുറത്ത് ശോഭാ സുരേന്ദ്രനാണ്. സർക്കാർ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രാരാബ്ദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മോദി സർക്കാരിനെ എതിർക്കാൻ പാർലമെന്റിലേക്ക് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നുള്ള വോട്ടർമാർ എന്തുകൊണ്ട് ആരിഫിനെ ഇത്തവണ തിരഞ്ഞെടുക്കണം? മൈക്സ്, കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതികൂലമായ ഒരു സാഹചര്യത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് അതിൻ്റെ വിധി വന്നപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. 20 പാർലമെൻറ്റ് സീറ്റിൽ ഞങ്ങൾക്കെതിരായിട്ട് കേരളത്തിൽ ആഞ്ഞു വീശിയ കാറ്റിനെ തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞ ഒരു മണ്ണെന്നുള്ള നിലയിൽ സഖാവ് ആരിഫിനെ വിജയിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൻ്റെ മുന്നിൽ ആലപ്പുഴ കാട്ടിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ആ പിന്തുണക്കാരുടെ പൈതൃകം അത് ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നത് തന്നെയാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ ഇപ്പം നാട്ടിൽ പറയുന്നത് പോലെ ഞങ്ങൾക്ക് പാട്ടും പാടി ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അത് പാർലമെൻറ്റ് അംഗം ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു 5 വർഷവും. കേന്ദ്ര BJPയുടെ ഗവൺമെൻറ് ഒരു വർഷക്കാലം 5 കോടി രൂപ വീതം നേരത്തെ MP മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 2 വർഷക്കാലം ഒരു നയാ പൈസ പോലും കൊടുത്തില്ല. അതിനുശേഷം എല്ലാം കൂടെ കൊടുത്തത് 7.5 കോടി രൂപയാണ്. ആ 7.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ 7.5 കോടി 7 അസംബ്ലി മണ്ഡലത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. എന്നാൽ ഈ 5 വർഷക്കാലവും ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ നമുക്കെല്ലാവർക്കും ഇപ്പോൾ എല്ലാ രേഖകളും പരിശോധിക്കാൻ കഴിയുന്നതാണ്. പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഹാജർ 89%. എന്ന് മാത്രമല്ല, ഒരു പുതിയ MP ആണെങ്കിലും 109 സംവാദങ്ങളിൽ പങ്കെടുക്കുവാൻ ആലപ്പുഴയിൽ നിന്നുള്ള ആരിഫിന് കഴിഞ്ഞു. 234 ചോദ്യങ്ങൾ അദ്ദേഹത്തിന് ചോദിക്കുവാൻ കഴിഞ്ഞു. 3 സ്വകാര്യ ബില്ല് അത് അദ്ദേഹത്തിന് അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു. ആലപ്പുഴയുടെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മണ്ഡലത്തിലേക്ക് വരാം. അതിനു മുമ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ ആരിഫ് MP വിജയിപ്പിക്കുന്നത് കൊണ്ട് എന്ത് മെച്ചമാണ് ഉണ്ടാവുക? അതാ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് പൗരത്വ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാൻ പോകുന്നു. അല്പസമയം മുമ്പാണ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കേന്ദ്ര സർക്കാർ എല്ലാ തരത്തിലും നേരിടാൻ പോകുമ്പോൾ ആരിഫ് MPക്ക് എങ്ങനെയാണ് ഈ മോദി സർക്കാരിനെ പിടിച്ചു നിർത്താൻ കഴിയുക? കാരണം മറുഭാഗത്ത് മത്സരിക്കുന്നത് KC വേണുഗോപാലാണ്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുള്ളയാളാണ് KC വേണുഗോപാൽ. സത്യത്തിൽ ഈ BJPയെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ലോകസഭയിലും രാജ്യസഭയിലും ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ഇന്ന് നിലവിലുള്ള ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കുമെന്നാണ് ഇന്നലെയും BJPയുടെ ഉന്നതരായ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു കുസൃതിക്ക് ചോദിക്കുന്നു. അരുണനെ പോലൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ഇന്ന് രാജ്യസഭയിൽ 4 പേരുടെ കുറവാണ് BJPക്കുള്ളത്. ആ 4 പേരുടെ കുറവുള്ള BJPയെ അവർക്ക് 4 പേര് കൂടെ ജയിച്ചാൽ രാജ്യസഭയിൽ ഭൂരിപക്ഷമായി. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് രാജസ്ഥാനിൽ നിന്നും ബഹുമാനപ്പെട്ട ശ്രീ KC വേണുഗോപാൽ രാജ്യസഭയിലേക്ക് പോകുന്നത്. അദ്ദേഹം ഇനി ഇവിടെ തെരഞ്ഞെടുത്തെന്നിരിക്കട്ടെ, നമ്മൾ ഒരു ചർച്ചയ്ക്ക് വേണ്ടി എടുക്കട്ടെ. അപ്പോൾ പിന്നെ BJPക്ക് രാജസ്ഥാനിൽ ഒരു MP കൂടെ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നാടകമല്ലേ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീ A. ഷുക്കൂർ. ഈ ചോദ്യമാണ് ആലപ്പുഴ മണ്ഡലത്തിൽ CPM ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും.